ഗൈസ്, ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു മൈക്കാണ്. ഈ മൈക്കിൽ ഫീച്ചേഴ്സാണ് ഫോർ റേഡിയോ, സോങ് റെക്കോർഡിംഗ്, മ്യൂസിക് സ്പീക്കർ, ലോങ് ബാറ്ററി ലൈഫ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് തുറക്കാം. ഇതാണ് മൈക്ക്. നിങ്ങൾക്ക് ഈ സെയിം ഫോട്ടോ കാണുന്ന പോലെ കാണാൻ കഴിയും. അപ്പം ഇതിൻ്റെ കൂടെ ചാർജർ കിട്ടുന്നുണ്ട്. ഒരുപാട് അടിയാണ്. ഇതാണ് ചാർജർ. ഇത്ര സെൻറ്റിമീറ്റർ ഉണ്ട്. നിങ്ങൾക്ക് കാണില്ല ഈ UX എന്ന് പറഞ്ഞ ഈ സ്ഥലം, ചെറിയ സ്ഥലം, അവിടെ ഇതേപോലത്തെ ഇതാണ് നമുക്ക് കുത്തേണ്ടത്. ഈ നോക്കിയ ഫോണിൻ്റെ പോലത്തെ, പക്ഷേ ഇതിൻ്റെ ഈ ചാർജറേ കുത്താൻ പാടുള്ളൂ. അപ്പോൾ ഈ മൈക്ക് ഇപ്പോൾ ചാർജ് ഇല്ല. നമ്മൾ ചാർജ് ചെയ്തിട്ട് വരാം ഗായ്സ്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തു. ഇവിടെയാണ് ഓൺ ബട്ടൺ. നെക്കി പിടിച്ചോണ്ടിരിക്കും. ഇവിടെ ബ്ലൂ ലൈറ്റ് എത്തും. ഇങ്ങനത്തെ സൗണ്ടും വരും. സ്പീക്കർ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഫുൾ പ്ലസ് ആണ്. ഇത് ഫുൾ മൈനസ് ഇട്ട് ഇങ്ങനെ സൗണ്ട് വെക്കും. ഇതിപ്പോൾ മൈനസും പ്ലസ്സും ഇടുമെങ്കിൽ ഹലോ ഇങ്ങനെ കേൾക്കും. ഇപ്പം രണ്ടും പ്ലസ്സിൽ ഇട്ടേക്കാണ്. ഹലോ. ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും. ഇപ്പം ഞാൻ കൂട്ടുകയാണ്. ഇനി മൈനസ് ആക്കാം. ഹലോ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ റെയിൻ സെക്കൻഡ്സ്, നെക്സ്റ്റ് റേസ് ഉണ്ട്, RECയും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും വലിയ സ്പീക്കർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് പിടിക്കാനൊക്കെ നല്ലതാണ്. ഇവിടെ ബാക്കി ഔട്ടുണ്ട്, USB ഉണ്ട്, REC ഉണ്ട്, ആക്സസ് TF ഉണ്ട്, VS5S ഉണ്ട്. ഇവിടെ വീണ്ടും നെക്കി പിടിക്കെങ്കിൽ എന്ന് കേട്ടിട്ടേ ഓഫ് ആകത്തുള്ളൂ. കണ്ട, ഇപ്പോഴാണ് ഓഫായത്. പിന്നെ നിങ്ങൾ മേടിക്കുമെങ്കിൽ ഇതേപോലത്തെ കമ്പനി തന്നെ മേടിക്കണം. ഈ കമ്പനീൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വല്ല മൈക്ക് ഉണ്ടെങ്കിൽ ആ മൈക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളെ ഏത് കമ്പനിയാണ് നിങ്ങൾ മേടിച്ചേക്കുന്ന മൈക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ സാറ്റർഡേ തന്നെ ഞാൻ ഒരുപാട് സാധനങ്ങൾ വീഡിയോ ഇടാൻ പോവുകയാണ്. ആ വീഡിയോ നിങ്ങൾ കാണണം. ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം. ഇപ്രാവശ്യം എനിക്ക് ഒരു കമൻറ്റും കിട്ടിയിട്ടില്ല. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.